ഇറക്കുമതി താരിഫ് നയത്തെക്കുറിച്ചും റഷ്യൻ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്ത പ്രമേയം പാസാക്കുന്ന CPM സംസ്ഥാന സമ്മേളനം എന്തുകൊണ്ട് കേരളത്തെ വരിഞ്ഞുമുറുകുന്ന ലഹരി മാഫിയയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല. കുട്ടികൾ പോലും ലഹരിവാഹകരും കച്ചവടക്കാരുമാകുന്നു. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാതെ കേരളത്തെയും CPMനെയും യാതൊരു തരത്തിലും ബാധിക്കാത്ത ആഗോള രാഷ്ട്രീയം ചർച്ച ചെയ്ത് കയ്യടി വാങ്ങിയിട്ട് എന്ത് കാര്യമെന്നും ഇതൊക്കെ ഒഴിവാക്കി കണ്ണടച്ചിരുട്ടാക്കുകയാണ് ഈ CPM സംസ്ഥാന സമ്മേളനമെന്നും ചെന്നിത്തല പരിഹസിച്ചു. മുൻ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ സർക്കാരിനെയും CPMനെയും വിമർശിച്ച് PV അൻവർ. സുജിത് ദാസിനെതിരായ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ അന്വേഷണം നടത്തിയില്ല. അന്വേഷണം പൂർത്തിയാക്കാതെയാണ് സുജിത് ദാസിനെ തിരിച്ചെടുത്തത്. ഹൈന്ദവ വോട്ടുകൾ നേടാനുള്ള നീക്കമാണ് CPM നടത്തുന്നത് എന്നും PV അൻവർ വിമർശിച്ചു. ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിനെ കോടതി റിമാൻഡ് ചെയ്തു. താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് MS സൊല്യൂഷൻ CEO കൂടിയായ ഷുഹൈബിനെ റിമാൻഡ് ചെയ്തത്. ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ തിങ്കളാഴ്ച പോലീസ് അപേക്ഷ നൽകും. ചോദ്യപേപ്പർ അധ്യാപകർക്ക് ചോർത്തി നൽകിയ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണായ അബ്ദുൽ നാസറിന്റെ ജാമ്യാപേക്ഷ താമരശ്ശേരി കോടതി ഇന്ന് തള്ളി. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുമ്പിൽ ചാടി അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ്. ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് പോലും അതിക്രൂരമായി ഷൈനിയെ ഭർത്താവ് നോബി മർദ്ദിച്ചു. നേരത്തെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുവാൻ വൈകിയെന്നും പിതാവ് കുര്യാക്കോസ് ആരോപിച്ചു. കോഡൂരിൽ ബസ് ജീവനക്കാർ ആക്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. ഹൃദയസ്തംഭനമാണെന്നാണ് സംശയിക്കുന്നത്. വടക്കേമണ്ണയിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റിയത് ചോദ്യം ചെയ്തതായിരുന്നു ഡ്രൈവറെ മർദ്ദിച്ചത്. ഓട്ടോറിക്ഷ പിന്തുടർന്ന് തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയായിരുന്നു. അബ്ദുൽ ലത്തീഫ് തനിച്ചാണ് മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവത്തിൽ 3 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ വക്കാലത്തിൽ നിന്നൊഴിഞ്ഞ അഡ്വക്കേറ്റ് K ഉബൈസ് ഖാൻ. ആര്യനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ ഉബൈസ് ഖാൻ കേസ് ഏറ്റെടുത്തതിനെതിരെ KPCCക്ക് പരാതി കിട്ടിയിരുന്നു. പാർട്ടിക്ക് തീരാക്കളങ്കം ഉണ്ടാക്കിയെന്നാണ് പരാതി. കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് ഉബൈസിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സെയ്താലിയാണ് പരാതി നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ ചോദ്യം ചെയ്യലിനിടയിൽ പൊട്ടിക്കറിന് പ്രതിയായ കന്നഡ നടി രന്യ റാവു. നേരത്തെ കുറ്റസമ്മതം നടത്തിയ പ്രതി ഇപ്പോൾ നിരപരാധിയാണെന്നാണ് അവകാശപ്പെടുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് രന്യയുടെ വെളിപ്പെടുത്തൽ. തന്നെ കേസിൽ കുടുക്കിയതാണെന്നും താൻ നിരപരാധിയാണെന്നും രന്യ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തമിഴ്നാട് എക്സൈസ് മന്ത്രി സെന്തിൽ ബാലാജിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ്. മദ്യവിൽപ്പനയിൽ കുത്തകയുള്ള തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനിലെ ക്രമക്കേടുകളിലാണ് റെയ്ഡ്. സെന്തിൽ ബാലാജിക്ക് ബന്ധമുള്ള സ്ഥലങ്ങളിലും പരിശോധനയുണ്ട്. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. പ്രാർത്ഥിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള മാർപ്പാപ്പയുടെ ഓഡിയോ സന്ദേശം വത്തിക്കാൻ പുറത്തുവിട്ടു. പോപ്പിന് നിലവിൽ ശ്വാസതടസ്സമില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. എന്നാൽ ശ്വാസകോശ അണുബാധയ്ക്കുള്ള ചികിത്സ തുടരും. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് റോമിലെ ജബേലി ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്. വനിതാ പ്രീമിയർ ലീഗിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന് പിഴ ചുമത്തി. ലീഗിൽ കഴിഞ്ഞ ദിവസം നടന്ന UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിനിടെ വാരിയേഴ്സിന്റെ ഇംഗ്ലീഷ് താരം സോഫി എക്ലസ്റ്റോണുമായി തർക്കിച്ചതിന് പിന്നാലെയാണ് മുംബൈ ക്യാപ്റ്റന് തിരിച്ചടി ലഭിച്ചത്. മാച്ച് ഫീയുടെ 10% ഹർമന് പിഴ ചുമത്തിയത്.